പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അതിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സാഗറും കുടുംബവും. ഇത് ആദ്യം തന്നെ ക്രിസ് എതിർക്കുകയും വെറും ജോലിക്കാരിയായ അവളുടെ വിവാഹ ചടങ്ങുകളിലേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ. അവൾ ഇവിടുത്തെ ഏറ്റവും മികച്ചൊരു എംപ്ലോയിയാണ്. അങ്ങനെയുള്ള അവളുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് എല്ലാവരും കൂടെ വരണമെന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കൂടെ വരാം, അല്ലാത്തവർ കൂടെ വരേണ്ടതില്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന ക്രിഷ് ഇതേ തുടർന്ന് ഒടുവിൽ പോകുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായുള്ള സാഗറിന്റെയും കുടുംബത്തിന്റെയും കടന്നുവരവ് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും കൺമണി തൻ്റെ വിവാഹ ചടങ്ങുകളിൽ അവർ പങ്കെടുക്കും എന്നു വിചാരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് എന്താ കൺമണി, സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് സാഗർ. അതെ സാർ, ഞാൻ ഒരിക്കലും നിങ്ങളിവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതെന്താണ് കൺമണി, ഞങ്ങളെ ക്ഷണിക്കുക പോലും നീ ചെയ്തില്ല. സാർ, ഞാനൊരു വെറും എംപ്ലോയി അല്ലേ ആ കമ്പനിയിലെ. സാറിനെ പോലെയുള്ള അവിടുത്തെ സിഇഒയും മറ്റാളുകളും തൻ്റെ വിവാഹത്തിന് പങ്കെടുക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇത് കേൾക്കുന്ന സാഗർ കൺമണിയെ വെറുമൊരു എംപ്ലോയി ആയിട്ടല്ല ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന്റെ ചടങ്ങുകളിൽ ഞങ്ങൾ പങ്കെടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്ന സാഗർ ഇനി ഈ ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൺമണി അകത്തേക്ക് വരൂ എന്ന് അവരോട് പറയുകയും തൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മനോജിനോട് ഇത് കമ്പനിയുടെ ഓണേഴ്സും കുടുംബവുമാണ് എന്നും വ്യക്തമാക്കുന്ന കൺമണി ഇതാണ് തൻ്റെ എല്ലാമെല്ലാമായ ചേട്ടൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മനോജ് അവരെ കണ്ടതിനെ തുടർന്ന് നിങ്ങൾ ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വന്നതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട് എന്ന് അറിയിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ ഇനി നോക്കുന്നതിനായി ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് അവിടേക്ക് ശ്രീനിവാസനും കടന്നു വരുന്നത്. ശ്രീനിവാസൻ ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയാണ്. കൺമണിയും നിങ്ങൾ വരുന്ന വിവരം പറഞ്ഞിരുന്നില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. കൺമണിയും ഞങ്ങളെ വിളിച്ചില്ല എന്നത് തന്നെയാണ് സത്യമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്തായാലും വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ് സാഗർ. ഇതേ സമയം അമ്മായിമാരും അവിടേക്ക് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരിക്കലും സാഗർ സാറും കുടുംബവും ഈ വിവാഹത്തിന് പങ്കെടുക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് പറയുകയാണ് അവർ. മാത്രവുമല്ല ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം മാനസ കൃഷിന്റെ കയ്യിൽ പിടിച്ച് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. എങ്ങനെയാണ് മാനസയെ ഒഴിവാക്കുക എന്ന് ഇതേ തുടർന്ന് കൃഷ് ആലോചിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൃപയാകട്ടെ കൺമണിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നും ആഭരണങ്ങൾ എനിക്ക് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം കൃപ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ സുജിയാകട്ടെ ധനലക്ഷ്മിയെ ചെന്ന് കണ്ടു പരിചയപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ
ധനലക്ഷ്മിയുടെ സ്വഭാവം സുജിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ധനലക്ഷ്മിയാകട്ടെ സുജിയോട് പൈസയുടെ കാര്യവും മറ്റും പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കൃപയ്ക്ക് കല്യാണച്ചക്കന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് കൺമണി വരുന്നത്. ഉടൻ തന്നെ കാര്യങ്ങൾ അറിയുന്ന കൃപ ആകെ ഞെട്ടിപ്പോകുന്നു. എന്തൊക്കെയായാലും കൺമണിക്ക് യോജിച്ച വരൻ തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുകയാണ് അവർ. മാത്രവുമല്ല, കൃപ കൺമണി ഭാഗ്യവതി തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ചിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് കൺമണി വീണ്ടും കൃഷിന്റെ മുന്നിൽ ചെന്ന് വിടുന്നു. ഇതോടെ കൃഷ് കൺമണിയോട് ഇത്ര ചെറിയ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുകയും കൺമണിയോട് ഈ വിവാഹം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൺമണി ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല എന്നും ആർക്കും എപ്പോ വേണമെങ്കിലും പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഞാൻ ഈ വിവാഹത്തിന് വരണ്ട എന്ന് അച്ഛനോട് പറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ കേൾക്കണ്ടേ, എന്ത് ചെയ്യാനാ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കാണുന്ന കൃഷ് തൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം അമ്മായിമാർ ഇനി എങ്ങനെയാണ് പുതിയ തടസ്സങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകളിൽ പുതിയൊരു ദുരന്തം വന്ന് സംഭവിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കൺമണിയുടെ ജാതകത്തെ തന്നെ. കൺമണിയുടെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ തകർന്നു പോവുകയാണ്. എന്നാൽ സാഗർ ഇതെല്ലാം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് സാഗർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം ശ്രീനിവാസന് വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെടുകയും ഇതോടെ ശ്രീനിവാസൻ കുഴഞ്ഞ് വീഴുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.